നൃത്തം എനിക്ക് ജീവിതമാണ്. പ്രതിസന്ധിയും പ്രശ്നങ്ങളുമെല്ലാം മറികടക്കാനുള്ള മരുന്ന്. ഓരോ ചുവടുകളും അതിജീവനത്തിൻ്റെതാണ്. ഞാൻ വരുന്നുണ്ട് കലോത്സവത്തിന്. അങ്ങ് ദൂരെ കേരളത്തിൻ്റെ വടക്കേയറ്റത്ത് കാസർഗോഡിൻ്റെ മലയോര ഗ്രാമത്തിലെ പട്ടികവർഗ ഉന്നതിയിൽ നിന്ന് എൻ്റെ അമ്മയ്ക്കൊപ്പം. ഇടറിപ്പോകുമ്പോൾ ചുവടുപിഴയ്ക്കാതെ വഴി നടത്തുന്ന പ്രിയപ്പെട്ടവർക്കൊപ്പം. മുന്നിലേക്ക് വഴി തെളിയാതെ എത്ര തവണ നിന്നുപോയിട്ടുണ്ടെന്നോ? പലതവണ. അതെല്ലാം മറികടന്ന് ഇവിടെ എത്തി. താങ്ങായത്, തണലായത് എത്ര പേർ. എൻ്റെ പ്രതീക്ഷകളാണ് ഇങ്ങനെ അടുക്കിപ്പെറുക്കി വെക്കുന്നത്. അതുമായി സ്വപ്നങ്ങളുടെ വണ്ടി കയറി ഞാൻ വരുന്നു. ഇക്കണ്ടതൊരു സ്വപ്നമല്ല, കഥയുമല്ല, കണ്ടറിഞ്ഞ ജീവിതമാണ്. കുച്ചുപ്പുടിക്ക് ശേഷം വേദിയിൽ നിന്നിറങ്ങിയ സച്ചു സതീഷ് നിഴൽ പോലെ അമ്മ ബിന്ദുവിനോട് ചേർന്ന് നിന്നു. പട്ടേങ്ങാനം പട്ടികവർഗ ഉന്നതിയിലെ തീർത്താലും തീരാത്ത ദുരിതങ്ങളുടെ നടുവിൽ നിന്നാണ് എത്തിയത്. ഉദുനൂരിൽ നടന്ന കാസർഗോഡ് ജില്ലാ കലോത്സവത്തിൽ നൃത്താധ്യാപകൻ നൽകിയ ചിലങ്കിയും കടം വാങ്ങിയ പണം കൊണ്ട് വാടകയ്ക്കെടുത്ത ആടയാഭരണങ്ങളുമായി മത്സരിച്ചാണ് കുച്ചുപ്പുടിയിലും ഭരതനാട്യത്തിലും കേരള നടനത്തിലും ഹാട്രിക് ജയം നേടിയത്. പിന്നാലെ പ്രതീക്ഷകൾക്ക് ചിറകേകാൻ പട്ടികവർഗ വകുപ്പ് നൽകിയ ആടയാഭരണങ്ങളും പലരും നൽകിയ സഹായവുമായാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെത്തിയത്. 6 വർഷം മുമ്പ് അച്ഛൻ PR സതീഷ് മരിച്ചതോടെയാണ് സച്ചുവിന്റെ ജീവിതം വഴിമുട്ടിയത്. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഒരു ബുദ്ധിമുട്ട് വന്നത്. ഒന്നും അറിയിക്കാണ്ട് തന്നെയാണ് ഇതുവരെ വളർത്തിയത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അറിയിക്കാത്തതിൻ്റെ തന്നെയാണ് ഇപ്പോഴും. ഡാൻസ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഡാൻസും സൈഡിൽ കൊണ്ടുപോകണം. നല്ലൊരു ജോലി മേടിക്കണം, അമ്മേനെ നോക്കണം, കലാക്ഷേത്രത്തിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയുടെ സഹോദരി പുത്രി ലിജിന പഠിപ്പിച്ച ചുവടുകളുമായാണ് നൃത്തത്തിന്റെ ലോകത്തേക്ക് എത്തിയത്. അമ്മ ബിന്ദുവും സച്ചുവും അമ്മയുടെ സഹോദരിയുടെ വീട്ടിലാണ് താമസം. കൂലിപ്പണി ചെയ്തും വായ്പയെടുത്തുമാണ് കലാജീവിതത്തിന് നിറം പകരുന്നത്. ഇവിടം വരെ എത്താൻ പറ്റിയതിനൊരു വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. പിന്നെ അവന് നൃത്തത്തോട് നല്ല താല്പര്യമായതുകൊണ്ട് അതിലേക്ക് തന്നെ അവനെ കൊണ്ടുപോകണമെന്നും കൂടി ആഗ്രഹമുണ്ട്. സാമ്പത്തികമാണ് അതിൻ്റെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അവന് എത്രത്തോളം അവന് പഠിക്കാൻ കഴിയുന്നോ അത്രത്തോളം അവനെ പഠിപ്പിക്കണം എന്നാണ് ആഗ്രഹം. തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ സച്ചു കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ ഭരതനാട്യത്തിലും കേരള നടനത്തിലും എ ഗ്രേഡ് നേടിയിരുന്നു. പിന്തിരിഞ്ഞു മടങ്ങാൻ 100,000 പ്രശ്നങ്ങളുള്ളപ്പോഴും ഈ യാത്രയിൽ സച്ചുവിന്റെ 100 വർണ്ണങ്ങളുള്ള സ്വപ്നങ്ങളുടെ നിറം മങ്ങുന്നില്ല. ജീവിതയാത്രയിൽ പ്രചോദനമേകുന്ന വിശ്വവിഖ്യാതമായ വാക്കുകൾ. ലക്ഷ്യം നേടണമെന്ന് അതിതീവ്രമായി ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ കൂടെ നിൽക്കും. അതെ, സച്ചുവിന്റെ സ്വപ്നങ്ങൾക്കൊപ്പം നമുക്കും നിൽക്കാം. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.